ഒറ്റപ്പെട്ട് മുറിയിലേക്ക് ഉൾവലിയുന്ന കുട്ടികളെ കാണാറുണ്ട്. ചുറ്റുപാട്, ബന്ധങ്ങൾ, അയൽപക്കം തുടങ്ങിയവയുമായുള്ള സംസാരവും ബന്ധങ്ങളും ശുഷ്കമാകുന്നു. സംസാരിക്കാനറിയില്ല, സൗഹൃദം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. കുട്ടികൾ ഏറെ പാടുപെടുന്നത് കാണാം. നാണം, സോഷ്യൽ ആങ്സൈറ്റിയും അസ്വസ്ഥമാകലും, സോഷ്യൽ പ്രഷറിൽ നിന്ന് ഒളിച്ചോടൽ, ഇങ്ങനെ പലതരം പ്രതികരണങ്ങൾ. വൈകാരിക മേഖലയിൽ കുട്ടികൾ ബുദ്ധിമുട്ടുകയും ഡിപ്രഷൻ ടെൻഡൻസി കാണിക്കുകയും ചെയ്യുന്നു. സാമൂഹിക സാഹചര്യത്തോട് ചേർന്നു പോകാനാകുന്നില്ല. ചിൽഡ്രൻ ഫീൽ റിജക്റ്റഡ്, ദേ ബിക്കം ഇൻവിസിബിൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ചുറ്റുപാടുമുള്ളവരുടെ രീതികളോട് ചേർന്നു പോകാനാകാതെ കുട്ടികൾ ബുദ്ധിമുട്ടുന്നത് കുട്ടികളുടെ വൈകാരിക സ്വഭാവം മൂലമാകാം. വളർച്ചയുടെ ഭാഗമായിട്ടുള്ള വെല്ലുവിളിയാകാം. കുട്ടികൾക്ക് ബഹുമാനവും അംഗീകാരവും ലഭിക്കാത്തതിനാൽ ഉൾവലിയുന്നതാകാം. കുട്ടികൾക്ക് അവരുടേതായ സൗഹൃദവും രീതികളും ഉണ്ടാകാം. പക്ഷേ പൊതുസമൂഹത്തോട് തീർത്തും സഹകരിക്കാതെ, സാമൂഹിക കഴിവുകൾ വളർത്താതെ മുന്നോട്ട് പോകാനാകില്ലല്ലോ. സാമൂഹിക ജീവിയായി മുന്നേറുന്നതിൻ്റെ സന്തോഷവും കഴിവുകളും ചെറുപ്പം മുതലേ പരിശീലിപ്പിക്കപ്പെടണം. മനുഷ്യർക്കിടയിലെ ആശ്രയത്വം, സാമൂഹ്യവൽക്കരണം, വളർച്ചയുടെ ഭാഗമായുള്ള സഹകരണം, വൈകാരികവും മാനസികവുമായ ആനന്ദം എന്നിവ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യ വളർച്ചയിൽ ഇവ അത്യാവശ്യങ്ങളാണ്. കുട്ടികൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനോട് എങ്ങനെയാണ് പ്രതികരിക്കാനാവുക? ചിന്ത, വൈകാരിക തലം, കുട്ടികളുടെ സോഷ്യൽ സ്കിൽസ് എന്നിവയെ വ്യക്തിപരമായി മനസ്സിലാക്കേണ്ട സാഹചര്യമാണ് ഇവ. ശാന്തമായി, ബഹുമാനത്തോടെ കുട്ടികളെ വൈകാരികമായി സഹായിക്കാനാകണം. കുട്ടികളുടെ അനുഭവങ്ങളെ മനസ്സിലാക്കി അവയെ സഹായിക്കേണ്ട അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കുട്ടികളുടെ ഇതുപോലുള്ള അനുഭവങ്ങൾക്ക് മുമ്പിൽ ഒറ്റയ്ക്ക് വിടുന്നത് പലപ്പോഴും അപകടമാണ്. മുതിർന്നവരുടെ പ്രത്യേക ശ്രദ്ധ അത്യാവശ്യമാണ്. കുട്ടികളുടെ വികാരങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾ കുട്ടികളുടെ മുന്നിൽ വയ്ക്കുക. അവർ സംസാരിക്കട്ടെ. കുട്ടികളെ വ്യക്തിപരമായി മനസ്സിലാക്കുക. പ്രശ്നപരിഹാരത്തിന് രൂപരേഖ തയ്യാറാക്കുക. സാമൂഹിക വാസനകളും കഴിവുകളും പ്രോത്സാഹിപ്പിക്കുക, പരിശീലിപ്പിക്കുക. വീട് സന്ദർശനവും പരസ്പര ബഹുമാനവും സംസാരവും പ്രോത്സാഹിപ്പിക്കപ്പെടണം. വളർച്ചയുടെ ഭാഗമായ പ്രതിസന്ധികളെ പരിഹരിച്ച് മുന്നേറാൻ കുട്ടികളെ നമുക്ക് സഹായിക്കാം. കുട്ടികളുടെ സാമൂഹിക കഴിവുകളെ വളർത്തിയെടുക്കാം.